എവിടെ ഈ ഉമ്മത് എവിടെ പോയിട്ടാ കിടക്കണ്? ഒരു സ്ഥലത്തേക്ക് കൊണ്ട് പറഞ്ഞയച്ച നേരത്തിന് ഇവിടെ വരില്ല. ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും വായി നോക്കി നിൽക്കുന്നുണ്ടാവും. പിന്നില്ല ഇവിടെ അത്യാവശ്യം പണി കിടക്കുന്നുണ്ട്, എന്നാലും ഇങ്ങോട്ട് എത്തില്ല. വരട്ടെ അങ്ങോട്ട് ഒക്കെ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഏതെങ്കിലും വീട്ടിൽ വല്ലവരും വായി നോക്കി നിന്നാ മതിയല്ലോ. ഇവിടെയുള്ള പണികളൊക്കെ ആര് ചെയ്യാനാ? ഒക്കെ ഞാൻ ചെയ്തു വെക്കുന്ന് വെച്ചിട്ടല്ലേ. വരട്ടെ എന്നിട്ട് ഒക്കെ ചെയ്യട്ടെ. ഒന്നും വയ്യ. ഉമ്മ എവിടെ വരുന്നു? ഉമ്മ ഏത് വീട്ടിൽ പോയി നിന്ന് വർത്താനം പറയണോ? അതിന് പോയ ഒരു പോക്കല്ലേ, പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ലല്ലോ. വരുമ്പോ ആരെയും പരിചയക്കാരെ കണ്ടപ്പോ വർത്താനം പറഞ്ഞിരിക്കാവും. നിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയണു. ഭയങ്കര ചൂട് ഇപ്പോ, തീ പോലെ ആയിരിക്കണം പുറത്തേക്ക് പോകുമ്പോ. ഉമ്മ എവിടെയായിരുന്നു? ഞാന് ചേച്ചിയെ കണ്ടപ്പോഴേ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. മോനെ സന്തോഷമുള്ള കാര്യം. എന്ത് സന്തോഷ വാർത്ത? അതല്ല അമ്മക്ക് ഷുഗർ ഒക്കെ ഉള്ളതല്ലേ. ഉമ്മ പോയിട്ട് എത്ര നേരമായി? അവിടെ ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കായിരുന്നു. നല്ല തല ഇറങ്ങുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് പോലും കഴിച്ചില്ല. ഭക്ഷണം കഴിച്ച രാവിലെ എന്തെങ്കിലും കാലത്ത് താൻ പോകുമ്പോ ചായ വെച്ച് 2 റസ്ക് വെച്ചിട്ടാ മോനെ പോയത്. കാരണം വിശപ്പൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഞാനൊരു നല്ല വാർത്ത എന്ന് പറഞ്ഞില്ലേ, അത് അംഗൻവാടിയിൽ ചേച്ചിയെ കണ്ടു, ലീലേച്ചിയെ കണ്ടേ. അപ്പൊ അത് പറഞ്ഞ് അംഗൻവാടി ടൂറ് പോകണ്ട മോളെ, ഈ എല്ലാ കൊല്ലവും വരാറുള്ളല്ലോ, ഇപ്പൊ കുറച്ചായിട്ട് വരല് നിർത്തി, പ്രാവശ്യം നീ എന്തായാലും വരണം എന്ന് പറഞ്ഞു. എനിക്കും തോന്നി നിങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ പോയിട്ടേ ഇല്ല. അപ്പൊ എന്തായാലും പോകാം, കുട്ടികളോടൊന്ന് വീട്ടിൽ ചോദിക്കട്ടെ, ചോദിച്ചിട്ട് ചേച്ചിയോട് വിവരം പറയാന്നാ പറഞ്ഞേ. പോണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. വീട് വിട്ടിട്ട് എടുക്കാൻ മനെ പോകണം. എപ്പോഴും വീടും പണിയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇടയ്ക്ക് കൊല്ലത്തിനൊരിക്കൽ ഞാൻ പോകാറുള്ളതാണ്, എല്ലാ കൊല്ലം പോകാറുള്ളതാണ്. അപ്പം നിങ്ങളെ കല്യാണം കഴിഞ്ഞ ശേഷം തിക്കും തിരക്കൊക്കെ ആയ കാരണം പോകാറില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വീട്ടിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ ഊട്ടിക്കാണ് പോണത്. ഊട്ടിയൊന്നും കണ്ടിട്ടേ ഇല്ല. ഇല്ലമ്മ, ഊട്ടിക്ക് പോണൊക്കെ കൊള്ളാം. പക്ഷെ അമ്മക്ക് ഒന്നാമത് വയ്യാത്തുള്ളല്ലേ. ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ഉമ്മക്ക്? ഷുഗർ മരുന്നൊക്കെ കയ്യിൽ പിടിച്ചാൽ മതിയാവൂലേ? ഉമ്മക്ക് ഷുഗർ നോർമലാണ് ഇപ്പോ. ഷുഗറൊന്നും വലിയ കാര്യമില്ലല്ലോ. ഞാൻ ഇന്നാളെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അപ്പൊ എന്തായാലും ഷുഗർ നോർമലി ആയാലും നോർമലി അല്ലെങ്കിലും മരുന്ന് കയ്യിൽ പിടിക്കും പോകുമ്പോ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയിപ്പൊ നിങ്ങളൊക്കെ എന്താ പറയാന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഉറപ്പ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പൈസ നിങ്ങളല്ലേ തരണ്ട ഉമ്മക്ക്. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞിരിക്കണേ. അവരാണിങ്ങനെ പൊടിക്ക് വിടുന്നില്ല, വീട്ടിക്ക് വരണം പറഞ്ഞിരിക്കുകയാണ് അത്ര. ഇല്ലമ്മ, അത് എല്ലാ വർഷവും പോവാണെങ്കിൽ ഉമ്മ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിലേ ഇരിക്കുമ്പോഴേ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പുറത്തേക്കൊക്കെ പോകുമ്പോ എല്ലാവരും എല്ലാവരും ഉണ്ട് പ്രാവശ്യം. എന്താ സക്കീന, മൈമൂന, കുറെ എല്ലാവരും ഉണ്ട്. ആ ടീച്ചർ താത്ത എല്ലാവരും ഉണ്ട്. ഞങ്ങള് പഴയ ടീം എല്ലാവരും ഉണ്ട് പ്രാവശ്യം. അപ്പൊ 2 കൊല്ലം ഞാൻ പോയിട്ടില്ല, അവരൊക്കെ പോയി. ഇപ്രാവശ്യം എന്തായാലും നീ വരണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിന്നവര് എന്നെ കണ്ടപ്പോ പിന്നെ അവിടെ അവര് പറഞ്ഞ 2000 റുപ്യ വണ്ടിക്കാകും, ബാക്കി ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് കയ്യിൽ പിടിക്കണം. ചെലവിന്റെ കാര്യം എന്തെങ്കിലും കുഴപ്പമില്ല മോനെ, ബസ്സിന്റെ കാശ് മതി. പൈസ ചെലവാക്കുമ്പോ പിന്നെ ഉമ്മ പൈസ ഇല്ലാത്ത പോലെ ഇരിക്കണ്ട. അല്ല, എനിക്ക് ഫുഡിന്റെ അതങ്ങനെയൊന്നും വേണ്ട. 2 ചപ്പാത്തിയൊക്കെ കഴിച്ച് ഓരോന്നും നമ്മള് കഴിക്കോളൂ. എനിക്ക് 1000 ഒന്നും വേണ്ട, ഒരു 500 മതി. വണ്ടിക്ക് ഒരു 2000 കൊടുക്കണം. ഉമ്മ ഇത്ര ആഗ്രഹിച്ചല്ലമ്മ, 500 ഒന്നും ആക്കണ്ട. 2000 രൂപ വണ്ടിക്കും 1000 രൂപ നമ്മുടെ ചെലവിന് 3000 രൂപ തരാം. ഉമ്മ ആ ചേച്ചിയുടെ വിളിച്ചിട്ടേ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. അയ്യോ സന്തോഷം മോനെ, എനിക്ക് അത്രയും ഇഷ്ടമായിട്ടായിരുന്നു. ഊട്ടിക്ക് പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല സന്തോഷം. ഊട്ടിക്കാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ പറയണവരെ പറഞ്ഞു കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ കാണാൻ പറ്റില്ലേന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്തായാലും പേര് പറയട്ടെ. എല്ലാരായിട്ട് പോകുമ്പോ അതൊരു സന്തോഷമല്ലേ. അമ്മ പോയിട്ട് വായോ, പേര് കൊടുക്കട്ടെ. പേര് കൊടുത്ത ഞാന് വൈകുന്നേരമായിട്ട് പൈസ തരാൻ. സന്തോഷം മോനെ, ഞാൻ വിളിച്ചു പറയട്ടെ. അമ്മ വിളിച്ചു പറഞ്ഞു. താനങ്ങളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടെ മകനേറ്റീസിന് വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഇത്ര സന്തോഷം എങ്ങോട്ട് പോകാനാണാവോ? ടൂറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒപ്പത്തിനൊപ്പം സാധിച്ചു കൊടുക്കാൻ മകന് നിൽക്കുന്നുണ്ടല്ലോ, ശരിയാക്കി കൊടുക്കും. നമുക്ക് പൈസ എന്താ നോക്കട്ടെ. 2000 രൂപ ടൂറിനും പിന്നെ ചെലവിന് എന്തായാലും 1000 വേണ്ടി വരില്ലേ. ഒരു 3000 രൂപ. അല്ല, നിങ്ങൾ എന്തിനീ പൈസ എടുത്തോ എണ്ണി കൊണ്ടിരിക്കും? വല്ല പിരാന്തുണ്ടാ?
എന്ത് എന്തേന്നാ ഉമ്മാക്ക് ഇപ്പൊ ടൂറ് പോയില്ലെങ്കിൽ ഈ വയസ്സായ കാലത്ത് കുടുംബത്തെ അടങ്ങി ഒതുങ്ങി ഇരിക്കാണ്ട് ഇപ്പൊ ടൂറിനാണ് ഇപ്പൊ പോവാൻ നിക്കണത്. വല്ല ആവശ്യം നിങ്ങൾ അതിനനുസരിച്ച് തുള്ളിയും കൊണ്ട് പൈസ എടുത്ത് എണ്ണയും കൊണ്ട് നിക്കണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയണ ഇങ്ങോട്ട് കേട്ടാ മതി. അതിനെന്താ ഉമ്മ പോയിക്കോട്ടെ, ഉമ്മയുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ പോരാത്തിന് അംഗനവാടി ടൂറാണ് അത്ര. എല്ലാ ചേച്ചിമാരും ഉമ്മയുടെ പ്രായമുള്ളവരൊക്കെ പോകുമ്പോ ഉമ്മക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? പോയിക്കോട്ടെന്നേ. പോയിക്കോട്ടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അവിടെ പോയിട്ട് വല്ല വയ്യാകിയും വന്നിട്ട് കിടക്കുമ്പോ നിങ്ങളാണോ വന്ന് നോക്കണത്? ഉമ്മാക്ക് ഉണ്ട് അന്നകാരിക്ക് വല്ല പറപ്പൂർക്ക് ഇറങ്ങിയാൽ തന്നെ തലകറക്കം പറഞ്ഞിട്ട് ഇവിടെ 3 ദിവസം കിടപ്പിലാണ്. അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. വേറെ ടൂറിന്റെ കാര്യം പറയുമ്പോഴത്തേന് പൈസ എണ്ണി കൊടുക്കാൻ നിൽക്കല്ലേ. നിനക്ക് എന്താ സാലി പറഞ്ഞാ മനസ്സിലാവാത്തത്? ഞാൻ പറഞ്ഞല്ലേ, ഉമ്മാന്റെ പ്രായക്കാരെ ഉമ്മാക്ക് ഒരു സമാധാനം ഉണ്ട്. ഈ വീട്ടിലിരിക്കുന്നവരും ഉമ്മാക്ക് പ്രഷറും ഷുഗറൊക്കെ ഉള്ളതന്നെയല്ലേ. ഉമ്മാക്ക് മെന്റലി കുറെ പ്രോബ്ലം ഇങ്ങനെയൊക്കെ പോയാലും സോൾവ് ആവുക. അത് സാലിക്കുട്ടി എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഉമ്മ പോയിക്കോട്ടെ, പൈസയും കാര്യങ്ങളല്ലേ ഞാൻ ഉമ്മക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. അത് ഞാൻ കൊടുത്തോളാം. കാരണം എന്താ പറയാ, എല്ലാ വർഷവും പോണതാ. ഇപ്രാവശ്യം ഉമ്മ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ പോകണ്ടെന്ന് പറയാ. അത് ഞാൻ പറയുന്നത് എന്താ സിദ്ദിഖാക്കൊന്നും മനസ്സിലാവാത്ത? അതേ വെച്ചിട്ടാണ് ഞാനും പറയുന്നത്. ഉമ്മക്ക് ഇപ്പൊ അത്യാവശ്യം വയസ്സായില്ലേ, ഇനി കുറച്ചൊക്കെ വീട്ടിൽ ഇരിക്കാൻ പറയുകയില്ലാണ്ട് എന്തെങ്കിലും ഒന്നും ആരെങ്കിലും എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോഴത്തേനും അവരുടെ കൂടെ പറഞ്ഞയക്കല്ലേ വേണ്ടത്. ഒരു പറപ്പൂര് അന്നേരം പോകുമ്പോഴത്തേനും ഉമ്മക്ക് വയ്യാക വരുന്നുണ്ട്. അപ്പൊ സിദ്ദിഖ പറയും ടൂറിന് പോകാനുള്ള പൈസയൊന്നും ഇല്ല, ഉമ്മ പോവണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഒഴിവാക്കാൻ നോക്ക്, അല്ലാണ്ട് അവര് തുള്ളുന്നതിനനുസരിച്ചിട്ട് കൂടെ തുള്ളല്ലേ വേണ്ടത്. അല്ല, ഞാൻ ആദ്യം വിചാരിച്ചത് പോയിക്കോട്ടെ എന്നാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഉമ്മാർക്ക് അറിയാണ്ട് പറയുകയും ചെയ്തു ഞാൻ പൈസ തരാമാന്ന്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ചെന്നിട്ട് പൈസ ഇല്ല മാലങ്ങ എന്തിപ്പോ പറയാ ഞാൻ ഉമ്മാന്റെ അടുത്ത്? പോരാത്തതിന് അത്ര ആഗ്രഹിച്ചിട്ട് ഉമ്മ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ എങ്ങനെ പോണ്ടെന്നൊക്കെ പറയപ്പോ. ഷെബിക്കാക്ക് എന്താ ഞാൻ പറയണ മനസ്സിലാവട്ടെ. ഞാൻ എത്ര വട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കണം പോണ്ട, വല്ല വയ്യാകിയും വന്ന് നമ്മൾ തന്നെ വെച്ച് നോക്കണ്ടേ. ആ ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഷെബിക്ക ഉമ്മാക്ക് വേണ്ടിട്ട് ഇത്തിരി പൈസ ചെലവാക്കി കൊണ്ട് ഒരു ലോഡ് പൈസ ആശുപത്രി കൊണ്ട് കൊടുക്കാൻ പാകണ്ട നമുക്ക്. അല്ലെങ്കിൽ തന്നെ ഇവിടെ അത്യാവശ്യം ചെലവുകളും കാര്യങ്ങളും എന്തോരം കാര്യങ്ങൾ കിടക്കുന്നത്. എന്റെ ഇടയിൽ ഇപ്പൊ ഉമ്മ ടൂറ് പോവാനിട്ടാണ്. ഉമ്മ ചോദിക്കുമ്പോ പൈസയൊന്നും തരുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒഴിവാക്കി വിട്ടാൽ മതി. പൈസ ഇല്ല എന്തെങ്കിലും പറയാല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാക്കി വിട്. വയസ്സായ കാലത്ത് ഇപ്പൊ ടൂറിന് തുള്ളാൻ നിൽക്കാം. ഞാൻ നിങ്ങളുടെ ഉമ്മാന്റെ നല്ലതിനൊക്കെ തന്നെ പറയണത്, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇല്ല, അങ്ങനെ തന്നെ ചെയ്യാ. ഞാൻ പറഞ്ഞാലും കാര്യമുണ്ട്. പറഞ്ഞു തന്നപ്പോഴാ മനസ്സിലായത്. ഓ സന്തോഷായി മോൻ്റെ നാവുന്നത് കേട്ടപ്പോൾ. ഞാൻ ചേച്ചിക്ക് ഇപ്പം തന്നെ വിളിച്ച് പറയട്ടെ. ഓടിക്കുന്നുണ്ടല്ലോ ചേച്ചി അവിടെ പോയി. ആ ഹലോ, ആ ചേച്ചി ഞാനാണ്, സെബീനയാണ്. ആ ടൂറിന് വേണ്ടിട്ടാ. എൻ്റെ പേര് എഴുതിക്കോ. ആ ശരി. ഏത് ഡ്രസ്സ് എടുക്കുക? ചുരിദാർ എടുക്കുക, സാരി എടുക്കുക, ഏതാ എടുക്കാന്നൊരു പിടുത്തല്ല. ചുരിദാർ എടുക്കാം, നല്ലത്. ചുരിദാറാകുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ടാവും. സാരി ആകുമ്പോൾ എളുപ്പമല്ല. ഈ മാക്സി എടുക്കാറ് എന്തായാലും റൂമിൽ പോയാൽ മാക്സി വേണ്ട വരും. മാക്സി ഒരു ഷാളും ഒരു പാവാട, ബാക്കി 3 ജോഡി ചുരിദാർ എടുക്കാൻ മതി. അതാണ് നല്ലത്. അതെ, ഊട്ടിയിൽ നല്ല തണുപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മോൻ തരുന്ന കാശിന് അവിടെ പോയിട്ട് നമുക്ക് ഒരു തൊപ്പി പോലുള്ളൊരു സ്വട്ടറുണ്ട്, അത് മേടിച്ചാൽ മതി. ഇതിലിപ്പോൾ അത്യാവശ്യം തുണികളാക്കിയിട്ടുണ്ടല്ലോ, ഒരു ജോഡി ഇട്ടിട്ട് പോകുന്നുണ്ട്, മതി. ഇനി വേസ്റ്റ്, ബ്രഷ്, പിന്നെ എന്തെങ്കിലും ക്രീമുകളൊക്കെ വെക്കണം അല്ലേ. ക്രീം ഇതിൻ്റെ ഉള്ളിലാണ്, ഇതിരിക്കട്ടെ. എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ അവരൊക്കെ അടിച്ചിട്ട് നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഇത് കയ്യിൽ പിടിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് പിന്നെ എനിക്ക് കുളിച്ചാൽ തേക്കണ്ടേ, ഫുള്ളായിട്ടുണ്ട്. ഇത്ര വേണോ? ഇരിക്കട്ടെ. അല്ല, വൈകുന്നേരം പൈസ തരാമെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കണ്ടേ. ഇനി എന്താ എടുക്കേണ്ടത്? ചീർപ്പ്, ബ്രഷ്. ആ മോൻ ചോറ് കഴിക്കുക.
എന്തുമാ? കഴിക്കാതെ മോൻ പൈസ തരാന്ന് പറഞ്ഞില്ലേ ആ ടൂറിന് പോകാനേ. ആ അപ്പൊ ലീലേച്ചി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ നാളെ അല്ലേ പോണ്. പെണ്ണിനൊക്കെ സെറ്റാക്കി കാശൊക്കെ ഇതാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ കൊല്ലം അങ്ങനെയാണ്, ആദ്യം പൈസ കൊടുക്കും. അപ്പൊ ലീലേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ തരാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ശരി വൈകുന്നേരം കൊണ്ട് തരാന്നും പറഞ്ഞ്. അപ്പൊ അതാണ് മോന് മറന്നിട്ടുണ്ടാവും പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാ. മോൻ മറന്നിട്ടുണ്ടാവും, അതാണ് ഞാൻ ചോദിച്ചത് മോനോട്. അതെ, മോൻ കാലത്തണിച്ച പണിക്ക് പോകില്ലേ, അപ്പൊ പൈസ തന്നാ കാലത്ത് ചേച്ചിയുടെ തോള് കൊടുക്കാതെ വെച്ചിട്ടാ. ഞാൻ മറന്നിട്ടൊന്നുമില്ലമ്മ. ഞാൻ പിന്നെ ഉമ്മാനോട് എങ്ങനെ പറയാന്ന് വെച്ചിട്ടാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഉമ്മക്ക് പൈസ തരാന്ന്. 2000 രൂപ അമ്മ ടൂറിനുള്ള പൈസയും പിന്നെ 1000 രൂപ ചെലവിനുള്ളതും. ഞാൻ പോയി നോക്കിയപ്പോൾ അത്ര പൈസ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. എൻ്റെ ഉള്ളതായിട്ട് ഓർമ്മ. പിന്നെ ആ കുറിക്കാരന് കൊടുത്ത് ഞാൻ വിട്ടുപോയി. ആ കുറി പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഉമ്മക്ക് ആശ തന്ന് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. ഉമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ പൈസ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ഉമ്മക്ക് പറയാൻ വെച്ചാൽ എത്ര നേരം ഉണ്ടായിരുന്നത്. ഇനി ഉമ്മക്ക് അടുത്ത പ്രാവശ്യം എങ്ങാനും പോയാൽ പോരെ. ഇപ്രാവശ്യം ഈ പൈസ ഇല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അത് കുഴപ്പമില്ല മോനെ, അമ്മക്കേ അവിടെ ഭയങ്കര തണുപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് പോയി വന്നവര്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം നമുക്ക് പോവാം. അതില് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ മോൻ പറഞ്ഞപ്പോ ഒന്ന് ആഗ്രഹിച്ചു പോയി മാത്രം, അത് സാരമില്ല. ഇൻഷാല്ലാ ഈ ആഴ്ച ഉണ്ടെങ്കിൽ പോവാ, ഒന്നുമില്ല. എന്നാ മോൻ ഭക്ഷണം കഴിക്കുക. ഞാനേ കുറച്ച് ബാഗിൽ തുണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് അൽമാറി വെച്ചിട്ടേ അമ്മ ചെന്നിട്ട് എടുക്കട്ടെ. മോൻ ഭക്ഷണം കഴിച്ചോ? ആ നീ ഇവിടെ ഉണ്ടാ? അതിൽ കാലത്ത് ഞാൻ അവിടെ ഐസിന് മേടിക്കാൻ പോകുമ്പോഴേ കൂട്ടുകാരികളൊക്കെ ടൗണിൽ കറങ്ങി നടക്കണ്ടല്ലോ. എങ്ങടാ അവര് പോണ്? അവര് സാധനങ്ങൾ വാങ്ങാൻ പോയതാവും. അത് ടൂറ് പോകല്ലേ, അപ്പൊ അവര് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നീ പോയില്ലേ? ഇല്ല, ഞാൻ പോണില്ലാന്ന് വെച്ച്. ഞാൻ ലീലേച്ചി കണ്ട് കടയ്ക്ക് പോയപ്പോ. അപ്പൊ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം വരണം, നീ വന്നിട്ട് കുറെ ആയില്ലേ, ഈ ഇല്ലാണ്ട് പറ്റില്ല, എനിക്ക് എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഞാൻ പറഞ്ഞ വീട്ടിൽ പോയി ചോദിച്ചിട്ട് പറയാ, അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്ന മോനോട് പറഞ്ഞപ്പോ സമ്മതിച്ച്. ആ അമ്മ പൊക്കോ, അതിനെന്താ, അമ്മ എപ്പോഴും ആ വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കല്ലേ, ഉമ്മ ഒന്ന് പുറത്തേക്ക് പോയിക്കോ, കുഴപ്പമില്ല, എവിടേക്കാന്ന് വെച്ചപ്പോ ഊട്ടിക്ക് വരുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ പൂക്കളാൻ പറഞ്ഞ് പൈസ ഒക്കെ തരാൻ പറഞ്ഞു. വണ്ടിക്ക് 2000, ചെലവിന് 500 മതിന്ന് പറഞ്ഞേ. 1000 വേണം, 500 മതിന്ന് പറഞ്ഞേ. പൊയ്ക്കോളാൻ പറഞ്ഞ്. പിന്നെണ്ട് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്കി. എന്നിട്ട് പൈസ നാളെ അവൻ ജോലിക്ക് പോകുമല്ലേ, അപ്പൊ മോനെ പൈസ കൊടുക്കാൻ വൈകുന്നേരം കാലത്ത് ഉമ്മ പൈസ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പൈസ കഴിക്കാൻ പോകുമ്പോൾ അമ്മയോട് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഞാൻ മറന്നു, എൻ്റെ കയ്യിൽ പൈസ അല്ല ഉമ്മാന്ന്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. പക്ഷെ ഫസ്റ്റ് മോനോട് പറയുമ്പോൾ വേണ്ട നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോകാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം ആക്കി കഴിഞ്ഞ ശേഷം പൈസ കൊടുക്കണ്ട മോനെ, നീ മറന്നോന്ന് ചോദിച്ചപ്പോഴാണ് മോൻ അങ്ങനെ പറഞ്ഞത്. സാരമില്ല, പോവാൻ ഇതിനെ പോവാ, സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ഇല്ലുമ്മ അങ്ങനെ തരാന്ന് പറഞ്ഞ മോൻ പിന്നെ വാക്ക് മാറിയപ്പോ എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നില്ലേ? എന്താ പറയാണ്ടിരുന്നത്? ഞാൻ കടയ്ക്ക് പോയിട്ട് വന്നത് സിഫിമോനോട് ഉണ്ട്. അപ്പം അവനോട് പറഞ്ഞ്, പിന്നെ നിങ്ങൾ വണ്ടിയൊക്കെ ഇന്നാൾ പോയിട്ടൊക്കെ 10,000 ഉറുപ്പിക ചിലവാക്കിയിട്ട് വന്നല്ലേ, പിന്നെ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടാലോ, എനിക്കിപ്പോൾ ടൂറാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. മോനോട് പറഞ്ഞപ്പോൾ മോൻ പൊക്കോളാൻ പറഞ്ഞ്. അതാണ് എല്ലാവരും പോണ് പറഞ്ഞപ്പോഴാണ് ഇപ്രാവശ്യം മൈമൂന, സക്കീന, റംദത്ത എല്ലാവരും പോണുണ്ട്. അവരെല്ലാവരും പോണ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിപ്പോയി. ഇത്തിരി നേരം കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. സാരില്ല. അതേ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര ആഗ്രഹപ്പെട്ട് നീ അവരോട് പറഞ്ഞല്ലേ, നീ പൊക്കോ, ഞാൻ പൈസ ഞാൻ തരാം, നീ അതില്ലാണ്ട് വിഷമിച്ചിരിക്കണം. നീ അവരെല്ലാവരും പോണല്ലോ, കൂട്ടുകാരികളൊക്കെ പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമാവില്ലേ? അങ്ങനെ പോവാത്ത സ്ഥലങ്ങളാണ് ഊട്ടി. അപ്പൊ ഒന്ന് പോയി കണ്ടിട്ട് പോരാ, എൻജോയ് ചെയ്യ്. ഇനിയിപ്പോൾ അതിൻ്റെ വിഷമത്തിൽ നീ ഇരിക്കണ്ട. ഞാൻ പൈസ തരാം. ഞാൻ കുറിയിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ പൈസയാണ് ഞാൻ റെഡിയാക്കിയാലോ വന്നത്, പിന്നെ കൊടുത്താൽ മതിയല്ലോ കേട്ടാ. എത്ര വരും പൈസ? 10,000-3000 ഉറുപ്പ്യ എന്നാ പറഞ്ഞത്. 2000 ഉറുപ്പ്യ വണ്ടിക്കും, നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് നമ്മൾ അവനവൻ്റെ കാശ് കൊടുത്ത് കഴിക്കാനാ പറഞ്ഞത്. അപ്പോൾ ചിലവിന് 1000 ഉറുപ്പ്യ കയ്യിൽ പിടിക്കാൻ പറഞ്ഞ്, വണ്ടിക്കൊരു 2000, അങ്ങനെ 3000 ഉറുപ്പ്യ പറഞ്ഞ്.
പക്ഷെ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ഇത്ര പൈസ ഇപ്പൊ നിങ്ങളോട് ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് പോണമെന്നൊന്നും ഇല്ല. ഇൻഷാല്ല അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ പോകാം. അതെ, ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ടില്ലാണ്ട് ആരാ ഉള്ളത്? എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. എന്തായാലും കുറിയുടെ പൈസ അവിടെ വെച്ചിട്ടുണ്ട്, 2 ആഴ്ച കഴിഞ്ഞ് കൊടുത്താൽ മതി. അപ്പൊ അതെന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരു 3000 രൂപ കേസല്ലേ, ഇനിയിപ്പോ എന്തെങ്കിലും പോകാൻ പറ്റാണ്ട് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുക? അപ്പൊ ഈ ഒരു ആഗ്രഹം നടക്കട്ടെ, നീ പോയിട്ട് വാ. ആ ചേച്ചിനെ വിളിച്ചിട്ട് പറയും കാര്യങ്ങൾ, സംസാരിക്കും ട്ടാ. പൈസ ഞാൻ തരാം ട്ടാ. ശരി. അല്ല അമ്മ, നിങ്ങൾ ആരോട് വെച്ചിട്ടാണ് ടൂറിന് പൈസ കൊടുത്തിരിക്കുന്നത്? ഇതേ ഗ്രൂപ്പിൽ നിങ്ങളുടെ പേരൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ എപ്പ സംഭവിച്ച്? ഇപ്പൊ പൈസ പേര് കൊടുത്തു. നിങ്ങൾക്ക് എന്തിനാ ടൂറിന് പോകാനുള്ള ഒരു വല്ലാത്തൊരു മോഹം? കുടുംബത്തെ അടങ്ങിയിരിക്കാനൊന്നും പറ്റില്ല? പോയെന്താ ഉപ്പ തന്നു പൊയ്ക്കോന്ന് പറഞ്ഞപ്പോ ഞാൻ പോണു. അതിനെന്താ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊരു കഷ്ടം അത്. എന്താ ഇവര് തന്നിട്ട് എന്നെ പറഞ്ഞാക്കണ പോലെയാ. ഉപ്പ പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ പോണു. പൈസ തരാന്ന് പറഞ്ഞ മോനെ പൈസ തരാണ്ടാക്കിയത് എന്താ അറിയില്ലെന്ന് വെച്ചിട്ടാ. ഷെഫിക്ക് ഇവിടെ മൊബൈലിൽ റീൽസ് നോക്കി ഇരുന്നോട്ടാ. നിങ്ങളുടെ ഉമ്മ അത് ടൂറിന് പേര് കൊടുത്തിരിക്കുന്നു, പൈസയും കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ കൊടുത്തു എന്നാ പറയുന്നത്. നിങ്ങൾ പോയി ചെന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ. നീ എന്തിനാ എപ്പോ നോക്കിയാലും ഇങ്ങനെ ഉമ്മറത്ത് നിക്കണത്? നീ പറഞ്ഞ കാരണം ഞാൻ ഉമ്മനെ ടൂർ പറഞ്ഞയക്കുന്നത്. ഇപ്പൊ ഉപ്പ പറഞ്ഞേക്കണം, പറഞ്ഞോട്ടെ. എന്താ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവട്ടെ? ഇവിടെ വയ്യാന്ന് പറഞ്ഞ കടന്നാൽ ഞാനൊന്നും നോക്കില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അതെ, എല്ലാത്തിനും ഒരു പരിധി കിട്ടാ. നീ ഉമ്മാൻ ഇങ്ങനെ പറയണത് എത്രമാത്രം എനിക്ക് വിഷമമുണ്ടെന്ന് അറിയോ? ഞാൻ എന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പൈസ ഇവിടെ ഉണ്ടായിട്ടടക്കം ഇല്ലാന്ന് പറഞ്ഞപ്പോ ആ പാവത്തിന്റെ മുഖം എത്ര വിഷമിച്ചെന്ന് പറയുന്നത് നിനക്ക്? അത് എന്റെ ഉമ്മയാ, അല്ലാണ്ട് എന്നെ വളർത്തിയ പോറ്റും രണ്ടാനുമ്മയല്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം നിന്റെ വാക്ക് കേട്ടിട്ടാ. മര്യാദയ്ക്ക് ഇരിക്കണം, നീ ഇവിടെ ഇരുന്നോ. അതെ, ഉമ്മ പോയാലും എന്താ നിനക്കറിയില്ല ഇപ്പത്തെ പണികളൊക്കെ ചെയ്യാൻ? എനിക്കൊന്നും അറിയില്ല. നിങ്ങളുടെ ഉമ്മാനെ പറഞ്ഞിട്ടൊക്കെ പട്ടിണി കിടന്നോളൂ. ഞാൻ ഇവിടുത്തെ ഒരു കാര്യം ചെയ്യില്ല. ഉമ്മ വന്നിട്ട് വയ്യാന്ന് പറഞ്ഞാലും ഒന്നിനും ഞാൻ നിൽക്കില്ല. എന്തിനാ ടൂർ പറഞ്ഞയക്കുന്നത്? എന്റെ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റില്ലേ? എന്താ എന്റെ ഉമ്മ ടൂർ പോകാൻ നിനക്ക് എന്താ കുശുമ്പാണോ? മര്യാദയ്ക്ക് ഇരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ നാളെ തന്നെ നിന്നെ ഞാൻ കുടുംബത്താക്കി വിടും. മനസ്സിലായില്ലേ? എന്താ വർത്താനം, എന്താ നാവ്? ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ആളാണല്ലോ. എന്റെ ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ മാത്രം 1000 നാവാണല്ലോ. മര്യാദക്കൊക്കെ സംസാരിക്കട്ടാ. ഞാൻ ഇത് എപ്പോഴും ഇതേപോലെ കേട്ടിരുന്നൊന്നും വരില്ല. ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് 2 കിട്ടും. ഓ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലേ? ഇപ്പൊ എന്താ എന്റെ അടുത്ത് ചൂടായിട്ട് വരുന്നത്? അവസാനം ഒക്കെ വരുത്തി വെച്ചിട്ട് എല്ലാരും കൂടി ഇരുന്ന് അല്ല, നീ പറയണത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നീ പറയുമ്പോ തലയാട്ട ഞാൻ ബൊമ്മയാണല്ലോ. എന്റെ ഉമ്മയാണത്. എന്റെ ഉമ്മാനെ നീ പറയുന്നിട്ട് ഞാൻ എന്റെ ഉമ്മനെ വിഷമപ്പെടുത്തണ? എന്റെ ഉമ്മ പോയിക്കോട്ടെ, ഞാൻ എന്റെ ഉമ്മക്ക് പൈസ കൊടുക്കാം. എന്റെ ഉപ്പയല്ല പൈസ കൊടുത്തെന്ന് പറയണത്. അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഉള്ള പൈസ ഞാൻ കൊടുത്ത് എന്റെ ഉമ്മനെ പറഞ്ഞോളാം നല്ല പോലെ. എന്തോ ചെയ്യും. നീ പറ്റണം നോക്കി കുടുംബത്തിരിക്ക്. എല്ലാം എന്താ നോക്കി അഹങ്കാരം. എന്റെ ഉമ്മ ടൂറിന് പോയ സഹിക്കില്ല, എന്റെ ഉമ്മ അങ്ങോട്ട് പോയാൽ സഹിക്കില്ല. എന്താ ഇവിടെ പണിയെടുക്കാൻ പഠിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. എത്ര വെച്ചിട്ടാ സഹി കിട്ടുക? വല്ലാത്തൊരവസ്ഥ.